ഹല്ലേലൂയ. നമ്മളപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ചോദിച്ച് നിർത്തിയൊരു ചോദ്യമുണ്ട്. നമ്മൾ ഹാരാന്യ ക്രിസ്ത്യാനികളാണോ അതോ കനാൻ സ്വപ്നം കണ്ട് കഴിയുന്ന ക്രിസ്ത്യാനികളാണോ? അത് ചോദിക്കാനുള്ള കാരണം ഇതാണ്. പലപ്പോഴും ഇന്ന് കനാൻ എന്ന് പറയുന്നത്, അഥവാ വാഗ്ദത്ത കനാൻ എന്ന് പറയുന്ന നിത്യതയെക്കുറിച്ച് ഉള്ള, ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഞാനീ പറയുന്നത് ഭൗതികമായ ഒരു കനാൻ നാടിനോ അല്ലെങ്കിൽ ഞാനൊരു ഇസ്രായേൽ പക്ഷപാതി ഒന്നുമല്ല. അതൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ, അതൊന്നുമല്ല. വി സ്പീക്ക് അബൌട്ട് ഇറ്റേണിറ്റി ആൻഡ് the things that we have in this world, or we are seeing God. The thing is, basically അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: നമ്മൾ കർത്താവിനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ കർത്താവ് നിർവഹിച്ചു തരുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രോഗസൗഖ്യം നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. പക്ഷേ നമ്മളെ കർത്താവ് വിളിച്ചാക്കിയത് നമ്മുടെ രോഗം സൗഖ്യമാക്കി, നമുക്കൊരു വീട് തന്ന്, ഒരു കാർ തന്ന്, ഒരു ജോലി തന്ന്, കുറച്ച് പണമുണ്ടാക്കി, കർത്താവ് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കാൻ വേണ്ടിയൊന്നും അല്ല കർത്താവ് വിളിച്ചത്. നമ്മളെ കർത്താവ് വിളിച്ചതിന് വേണ്ടിയാണ് അവനെ ആരാധിക്കുന്ന, അവനെ സേവിക്കുന്ന. ആരാധിക്കുക എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമുക്കിന്ന് ആരാധന എന്ന് പറയുന്നത് കൈകൊട്ടിപ്പാട്ടാണ് നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവനെ സേവിക്കുന്ന, അവൻ്റെ രാജ്യം സ്വപ്നം കണ്ടു കഴിയുന്ന, അവനു വേണ്ടി നമ്മൾ, എനിക്ക് വേണ്ടി ദൈവം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന്, എനിക്ക് വേണ്ടി ദൈവം എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞില്ലെങ്കിലും അർത്ഥം നമുക്കറിയാം. കാര്യം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും കർത്താവ് നമുക്ക് ചെയ്ത, കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയുമ്പോൾ 10 പ്രാവശ്യം പറയുമ്പോൾ ഞാൻ ആലോചിക്കും, പിന്നെ അല്ലാതെ വേറെ വല്ലതും ആകാൻ കർത്താവിന് കഴിയുമോ? കർത്താവിന് നല്ലവൻ അല്ലാതാകാൻ പറ്റുമോ? കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതല്ലാതാവുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ കർത്താവിന്? ഇല്ല. പക്ഷെ ചോദ്യം, നമ്മൾ അവന് നല്ലവനായിരുന്നോ? അത് നമ്മൾ ആലോചിക്കുന്നില്ല. അവൻ നമുക്ക് നല്ലവനായിരുന്നു. അവൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയത്തില്ല. അവന് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ പോലും അവൻ വിശ്വസ്തയോടെ നമ്മളെ കാക്കുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ല പ്രിയമുള്ളവരെ. പക്ഷെ ചോദ്യം ഇതാണ്: ഒരു ആരാധക സമൂഹമായി നമ്മളെ അവന് വിളിച്ച് വേർതിരിച്ചെങ്കിൽ അവനെ സേവിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം നമ്മൾ വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പരിശ്രമിക്കുന്നുണ്ട്, അതിനകത്ത് നമ്മൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ആസ് വി നോ, നമ്മുടെ ഈ പാസേജ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അബ്രഹാമിനോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ വിളിയാണ് അബ്രഹാമിൻ്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിത യാത്രയിലെ പ്രഥമമായി നമ്മൾ കാണുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? തേരഹിനോട് കൂടെ അബ്രഹാം എവിടെ വരെ വന്ന് താമസിച്ചു? ഹാരാനിൽ വന്ന് താമസിച്ചു. പക്ഷേ ഹാരാനിൽ വന്ന് താമസിച്ച് അവിടെ കുടുങ്ങിപ്പോവുകയാണ്. ശരിക്കും മെസൊപ്പൊത്താമിയയിൽ വെച്ച് ഉണ്ടായവനായ അബ്രഹാം ഹാരാനിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് കരുണ കാണിക്കുകയാണ്. അവനെ ദൈവം ശിക്ഷിക്കുന്നൊന്നുമില്ല. നീ എന്താ ഇവിടെ കിടക്കുന്നതെന്നൊന്നും ചോദിച്ചൊന്നും പറയുന്നൊന്നുമില്ല. അവനെ വീണ്ടും വിളിക്കുകയാണ്. അവനെ വിളിക്കുന്ന വിളിയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. യഹോവ അബ്രാഹാമിനോട് അരുളിച്ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവിടെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്നാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ വിളി നമ്മളിപ്പോൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ യാത്രയിൽ നമ്മളും കൂടെ കൂടുകയാണ്. നമ്മളെ ദൈവം വിളിക്കുമ്പോൾ എങ്ങനെയാണ് വിളിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പല രീതിയിലാകാം. പക്ഷെ ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവം അവനെ അൺസർട്ടനിറ്റിയിലേക്കാണ്, അനിശ്ചിതത്വത്തിലേക്കാണ് വിളിക്കുന്നത്. അല്ലാതെ ഒരു സുനിശ്ചിതമായ ഒരു സ്ഥലത്തേക്കോ ഇന്ന സ്ഥലത്തേക്ക് പോകാനൊന്നും അല്ല പറയുന്നത്. കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ദൈവം അബ്രഹാമിനെ ദേശം കാണിച്ചേച്ച് അങ്ങോട്ട് പോകാനല്ല പറയുന്നത്. അത് വലിയൊരു വിഷയമാണ്. നമ്മുടെ ചിന്തകൾക്കൊക്കെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ആളുകൾക്ക് തന്നെ പറയാറുണ്ട്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കാണിച്ചു കൊടുത്തിട്ട് ഹാരാൻ വിടാൻ പറഞ്ഞാൽ എന്തോ ഇത്ര വലിയ പ്രയാസം. പക്ഷെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഒന്നും കർത്താവ് അവന് കാണിച്ചു കൊടുത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കെന്നാണ്. ശരിക്കും നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നതാണ് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ ഇറങ്ങി പുറപ്പെട്ടത് അൺസർട്ടനിറ്റിയിലേക്കാണ്, അനിശ്ചിതത്വത്തിലേക്കാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ അനിശ്ചിതത്വത്തിലേക്കാണ് ഇറങ്ങിയതെങ്കിലും അത് ഇൻസെക്യൂരിറ്റിയിലേക്കല്ല. ഞാൻ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുള്ള എൻ്റെ മെസ്സേജിനകത്ത് ഇത് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ദൈവം നമ്മളെ വിളിക്കുന്നത് അനിശ്ചിതത്വത്തിലേക്കാണെങ്കിലും അരക്ഷിതത്വത്തിലേക്കല്ല. കാരണം ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം എന്നാണ് പറയുന്നത്. അതായത് അവൻ കൂടെ ഉണ്ട്. എങ്ങോട്ടെങ്കിലും പോടാന്നല്ല പറയുന്നത്, ഞാൻ നിന്നെ
കാണിപ്പാനിരിക്കുന്നത്. എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അനിശ്ചിതത്വം മാത്രമല്ല, എന്തുകൊണ്ട് അരക്ഷിതത്വവും ഉണ്ട്. പക്ഷെ ഇവിടെ അരക്ഷിതത്വം ഇല്ല. കാരണം ദേശം നമ്മളെ കാണിച്ചില്ലെങ്കിലും നമ്മളെ വിളിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് അൺസർട്ടനിറ്റി ആണെങ്കിൽ പോലും എന്തല്ല, ഒരിക്കലും ഇൻസെക്യൂരിറ്റി ഇല്ല അതിനകത്ത്. കാണിക്കാൻ ദൈവം കൂടെ ഉണ്ട്. അവിടാണ് ഈ വിളിയുടെ പ്രത്യേകത. ദേശം കാണുന്നില്ല, എന്നാൽ ദേശം കാണിക്കുന്നവനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും ഇൻസെക്യൂരിറ്റി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, രണ്ട് രീതിയിൽ നമുക്ക് ദൈവത്തെ അനുഗമിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ദൈവം വിളിച്ചിറക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ദൈവം നമുക്ക് വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ വരച്ച് കാണിക്കുകയാണ്. എന്നിട്ട് ദൈവം പറയാണ് ഇന്നതുപോലെ ചെയ്യുക. അപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ ഉണ്ട്. അതിൻ്റെ എവറി ഡീറ്റെയിൽസ് ചിലപ്പോൾ നമുക്ക് ദൈവം കാണിച്ചു തരും, ചിലപ്പോൾ ദൈവം അങ്ങനെ കാണിച്ചു തരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു റൂട്ട് മാപ്പ് ചിലപ്പം കാണിച്ചു തന്നിരിക്കും. നീ ഇന്ന വഴിക്കൂടെ പോവുക, ഇന്ന സ്ഥലത്തൂടെ. ചിലപ്പം നമ്മൾ പറയുമല്ലോ, എന്താണ്, ഞാൻ അതിലെ പോയപ്പോഴത്തേക്ക് കർത്താവിനോട് പറഞ്ഞു നീ ചെല്ലുന്ന വഴിക്ക്, അങ്ങനെയൊക്കെ കർത്താവ് പറയും, ചെല്ലുന്ന വഴിക്ക് രണ്ട് കുടം ചുമന്നുകൊണ്ട് വരുന്ന ആളെ കാണും, അല്ലെങ്കിൽ മഞ്ഞ ഷർട്ടിട്ടിരിക്കുന്ന ആളെ കാണുമെന്നൊക്കെ ദൈവം എന്നെ കാണിച്ചു തന്നു, ദൈവം എന്നെ ആളെ കാണിച്ചു തന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ വേദപുസ്തകത്തിലുടനീളം കർത്താവ് പല സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, റോഡ് മാപ്പ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്ത സംഭവങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിലാണെങ്കിലും അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ അനന്യാസ് എന്ന ശിഷ്യന് കർത്താവ് പൗലോസിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് അവിടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. 9-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. നോക്ക്, നീ അതിലെ ചെല്ലുമ്പോൾ ഒരു മഞ്ഞ കെട്ടിടം കാണുമെന്നൊന്നുമില്ല, അത്രയും പോലും അല്ല. എന്ത്, നേർവീഥി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ എന്താണ്, യൂദായുടെ വീട്ടിൽ ചെന്ന് തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തോ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക്. അപ്പോൾ ദൈവദർശനത്തിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ക്ലാരിറ്റി ഉള്ള കാഴ്ചകൾ, എവ്രി ഡീറ്റെയിൽസ് കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതുപോലെ തന്നെ കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിച്ചു പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ അവൻ്റെ അടുത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസെ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്ന് ഒരുവനോടുകൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. ഇതിക്കുള്ളൊക്കെ എന്താ പറയണ്ടേ? അപ്പം നമുക്ക് ഒരു പരിധി വരെ ദൈവം ചിലപ്പോൾ റൂട്ട് മാപ്പ് ഉൾപ്പെടെ സ്പെസിഫിക് ആയിട്ട് സ്ഥലം വരെ കാണിച്ചു തന്നിരിക്കും. നമുക്ക് അങ്ങനെ സംഭവിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വണ്ടിക്കൂലിക്ക് ആവശ്യമായ കൃത്യമായ പണം ഒരാൾ നമ്മളെ കൊണ്ട് തരുന്നു. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പൈസ ടിക്കറ്റിന് കൊടുക്കുമ്പോൾ അറിയുന്നത് 383 രൂപ. ഒരാൾ കൊണ്ട് തന്നത് 383 രൂപയാണെന്ന് വയ്ക്കുക. അങ്ങനെയൊക്കെ അത്ഭുതകരമായ നിലയിൽ നമുക്ക് എത്രയോ അനുഭവങ്ങൾ പലപ്പോഴും പറയാനായിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ നിങ്ങളെ കർത്താവ് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടണമെങ്കിൽ നോക്കി ചിലപ്പം കൃത്യമായ വണ്ടിക്കൂലി കൊണ്ട് തന്നിരിക്കും. ഒരുപക്ഷെ നിങ്ങളവിടെ ചെല്ലുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ കുഞ്ഞിന് സ്കൂളിൽ അഡ്മിഷൻ അവിടെ ശരിയാക്കാൻ ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു തന്നിരിക്കും. ദർശനത്തിൽ ചിലപ്പം ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനോട് കർത്താവ് സംസാരിച്ചു തന്നിരിക്കും. ദൈവം നിങ്ങളെ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാൻ നിങ്ങൾക്കിതെല്ലാം എന്തായിത്തീരുകയാണ്, ഒരു ഉത്തേജനമായി തീരുകയാണ്. അങ്ങനെ നിങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇതിനകത്ത് വിശ്വാസം എന്താണ്? ഇത് നമ്മൾ പറയുന്നത്, ഞാൻ വിശ്വാസത്താൽ ഇതൊക്കെയും ദർശനത്തിൽ കണ്ടു. വെരി ഗുഡ്. ഇതിനകത്ത് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഇത് വിശ്വാസമാണോ? അതെ. എന്തുകൊണ്ട് വിശ്വാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങൾക്ക് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ ദൈവം ഈ ദർശനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നത്, അല്ലെങ്കിൽ കാണിക്കത്തില്ലല്ലോ.
ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളിത് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു പക്ഷേ തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ നിങ്ങളവിടെ ചെല്ലുക, കാണുക, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നു. അത് നിങ്ങൾ അനുസരിക്കുന്നു. ഇവിടെ ഞാൻ പറയട്ടെ, ദൈവം കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് വരച്ച് തന്നിട്ട് നമ്മളത് അനുസരിക്കുമ്പോൾ വിശ്വാസത്തിനും അപ്പുറത്ത് നമുക്ക് അവിടെ ഉള്ളത് അനുസരണമാണ്. അനുസരണം വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ വിശ്വാസമാണെന്ന് ചോദിച്ചാൽ യെസ്, വിശ്വാസമാണ്. പക്ഷേ വിശ്വാസത്തിനും അപ്പുറത്ത് അതെന്താണ്? അനുസരണമാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചു. ദാറ്റ്സ് ഗുഡ്. എന്നാൽ രണ്ടാമത്തെ ദൈവിക രീതി എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഒരു ഡീറ്റെയിൽസും പറയുന്നില്ല. നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷനിലാണ്. ഭാവിയെ പറ്റി ഒന്നും അറിയത്തില്ല. അവിടാണ് ശരിക്കും അൺസർട്ടനിറ്റി ഉണ്ടാകുന്നത്. മറ്റേ കാര്യത്തിൽ അൺസർട്ടനിറ്റി ഇല്ല. മറ്റേ കാര്യത്തിലൊക്കെ കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം കാണിച്ചു തന്നു. പക്ഷേ ഇവിടെ യാതൊരു കാര്യങ്ങളും കാണിക്കുന്നില്ല. ഭാവി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ജീവിതത്തിലും ശുശ്രൂഷയിലും എല്ലാം അനിശ്ചിതത്വമാണ്. നമുക്കെന്തോ മുന്നിലെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. എന്ത് നടക്കുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു വിളി, അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസിന്റെ ജീവിതത്തിന്റെ ഒരു ആദ്യഘട്ടത്തിലൊന്നുമല്ല, അതിൻ്റെ ഏകദേശം അന്തിമപാദത്തോട് അടുക്കുന്നതായ സമയത്ത് 20-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയാണ്, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പേ തൻ്റെ മേൽ അനന്യാസ് എന്നൊരു പുരുഷൻ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കൃത്യമായി കണ്ട പൗലോസ് സുവിശേഷവേല ചെയ്ത് ലോകം മുഴുവൻ സഞ്ചരിച്ച് തല്ലും കൊണ്ട് അടിയും കൊണ്ട് വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും നമുക്ക് എഴുതി തന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കണം. നമ്മളൊക്കെ ഒരു ചിന്ത അറിയാമോ, ദൈവം നമുക്ക് ജീവിതത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിലൊക്കെ ഒന്നും വലിയതായിട്ടൊന്നും വെളിപ്പെടുത്തത്തില്ല. പക്ഷേ കുറെ കൂടെ വിശ്വാസത്തിൽ ഉയർന്ന് വളർന്നു വരുമ്പോൾ പിന്നെ എല്ലാം കൃത്യമായി കർത്താവ് വെളിപ്പെടുത്തി തരുമെന്ന് മിക്കപ്പോഴും നേരെ തിരിച്ചാണ് കാണുന്നത്. മിക്കപ്പോഴും കാണുന്നത് നേരെ തിരിച്ചാണ്. വിശ്വാസത്തിൻ്റെ ആദ്യ സമയത്തെല്ലാം കൃത്യമായിട്ട് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര വെളിപ്പാടാണ്. പക്ഷേ വിശ്വാസത്തിൽ വളർന്നു കഴിയുമ്പോഴത്തേക്ക് എന്തുവാ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത അനിശ്ചിതത്വത്തിലൊക്കെ കർത്താവ് വിളിക്കുന്നത്. ഞാൻ ചിലപ്പം ഇതിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഞാൻ പറയായിരുന്നു. നമ്മൾ ഈ സമാഗമന കൂടാരത്തിനകത്തേക്ക് കയറിയാലും ആദ്യം പ്രാകാരം നമ്മൾ കാണുന്നു. പ്രാകാരത്തിൽ നല്ല വെട്ടമാണ്, കാര്യം മേൽക്കൂരയില്ല, അതുകൊണ്ട് നല്ല പ്രകാശമുണ്ട്, എല്ലാം നമുക്ക് കാണാൻ പറ്റും വളരെ കൃത്യമായിട്ട്. പക്ഷേ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ നിലവിളക്കേ ഉള്ളൂ. പ്രാകാരത്തിൻ്റെ അത്രയും വെളിച്ചം ഇവിടെ ഇല്ല, വിശുദ്ധ സ്ഥലത്തില്ല. അതിപരിശുദ്ധ സ്ഥലത്ത് അതുപോലും ഇല്ല. അപ്പം അതുകൊണ്ട് വെളിപ്പാട് നമ്മുടെ ടക്ക് ടക്കെന്ന് പറഞ്ഞ് വെളിപ്പാട് കിട്ടുന്ന ആളുകളെല്ലാം ഭയങ്കര ഉന്നതരായ ആളുകളും അനിശ്ചിതത്വത്തിൽ കഴിയുന്നവരെല്ലാം മോശപ്പെട്ട ആളുകളാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പൗലോസിൻ്റെ ജീവിതത്തിൽ സ്നാനപ്പെടുന്നതിന് മുമ്പേ നല്ല ഒന്നാന്തരം വെളിപ്പാട് കിട്ടിയ പാർട്ടിയാണ് അവസാനം യെരൂശലേമിലേക്ക് പോകാൻ പറയുന്നത്. ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് അങ്ങനെ എനിക്കൊരു എനിക്കൊരു ഭാരം തരുന്നു യെരൂശലേമിൽ പോകാൻ. പോടാ യെരൂശലേമിലേക്കെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പിന്നെ പോകുന്ന വഴിക്ക് എന്തൊക്കെ അറിയത്തില്ല. പിന്നെ അവിടെ കഷ്ടവും പ്രയാസവും ഉണ്ടെന്ന് പട്ടണങ്ങൾ തോറും ആത്മാവ് പലരോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോന്നുള്ള വലിയ ബോധ്യമൊന്നും ഇല്ല. പക്ഷെ ഞാൻ പോകുന്നത് എങ്ങനെയാണ്? ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. അവിടെ അൺസർട്ടനിറ്റിയാണ്. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവൻ യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. യെരൂശലേമിലേക്ക് പോകാൻ ആത്മാവ് ഹേമിച്ചു, എന്നാൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഈ സമയത്ത് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം അവൻ്റെ മാസ്റ്റർ പ്ലാൻ വെളിപ്പെടുത്തി കൊടുത്തില്ല. അപ്പോൾ ദൈവം മാസ്റ്റർ പ്ലാൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭമുണ്ട്, മാസ്റ്റർ പ്ലാൻ വെളിപ്പെടുത്തി കൊടുക്കാതെ ഇറങ്ങടാ എന്ന് പറഞ്ഞ് അനിശ്ചിതത്വത്തിലേക്ക് വിളിക്കുന്നതായ സന്ദർഭമുണ്ട്.
എന്നാൽ 24-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അവിടെ പൗലോസ് പറയും, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്ക് ഉള്ളൂ. എപ്പോഴാണെന്നറിയാമോ അനിശ്ചിതത്വം ഉണ്ടാകുന്നത്? പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പ്രാണനെ വിലയേറിയതായി എണ്ണുമ്പോഴാണ് എന്ത്? മാസ്റ്റർ പ്ലാൻ കൃത്യമായിട്ട് തയ്യാറാക്കി, നിനക്കൊന്നും സംഭവിക്കത്തില്ല, അവിടെ നിന്നെ കാക്കാനായിട്ട്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് എല്ലാം ഞാൻ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാ? പേടിത്തൊണ്ടന്മാരോടാണ് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം ഇതൊക്കെ കാണിച്ചു കൊടുത്താലെങ്കിലും ഇവൻ ഇറങ്ങണ്ടെന്ന് വെച്ചുകൊണ്ട്. എന്നാൽ പൗലോസിൻ്റെ ഈ മെച്യൂർ സ്റ്റേജിൽ പൗലോസിന് ദൈവം ഇതൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല. കാര്യം പൗലോസിന് ഒന്നും വിഷയമൊന്നുമല്ല. പൗലോസ് ഐ ഡോണ്ട് കെയർ, എനിക്കറിയത്തില്ല അവിടെ എന്താ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. യെരുശലേമിൽ പോകരുത്, യെരുശലേമിൽ പോയി കഴിഞ്ഞാൽ ഈ ഉത്തരീയത്തിൻ്റെ ഉടമസ്ഥനെ അഗബോസ് പ്രവാചകൻ പറയുന്ന ഭാഗം നിങ്ങൾക്കറിയാമല്ലോ, ഇതുപോലെ ബന്ധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യെരുശലേമിൽ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പ്രിയമുള്ളവരെ, ഇതൊരു ഹയർ സ്റ്റേജാ, അല്ലാതെ ലോവർ സ്റ്റേജ് അല്ല. നമ്മൾ പലപ്പോഴും ഹയർ സ്റ്റേജ് എന്ന് ചിന്തിക്കുന്നത് ഒരു ലോവർ സ്റ്റേജാണ്, ലോവർ സ്റ്റേജ് എന്ന് ചിന്തിക്കുന്നത് ഒരു ഹയർ സ്റ്റേജാണ്. നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ദൈവം അവന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തുള്ളതേ. ആ കാണിച്ചു കൊടുത്തതനുസരിച്ച് അവൻ പോയി. അതുകൊണ്ട് കർത്താവ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവന് ചെയ്തു കൊടുത്തു. നല്ല കാര്യം. ദൈവം ആദ്യമൊക്കെ അങ്ങനെ ചെയ്തെന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പാടെ കൺഫ്യൂഷനിലാകും നമ്മൾ കാണുന്നത്. പക്ഷേ ആ കൺഫ്യൂഷനിൽ ആണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ഇതിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില എൻജിനീയേഴ്സ് ഉണ്ടല്ലോ, അയാളൊരു മാസ്റ്റർ പ്ലാൻ വരച്ച് കോൺട്രാക്ടറുടെ കയ്യിലും വേണമെങ്കിൽ മേസ്തിരിയുടെ കയ്യിലും കൊടുത്തു കളയും. ഇതാണ് നമ്മൾ പണിയാൻ പോകുന്ന സാധനം. അപ്പം പണിയുന്ന മേസ്തിരിക്കും മെയ്ക്കാടിനും വരെ അറിയാം എന്താണ് പണിയാൻ പോകുന്നതെന്നും ഇത് കഴിഞ്ഞിട്ട് അടുത്ത പദ്ധതി എന്താണെന്നും അത് കഴിഞ്ഞാൽ എന്താണെന്നും എല്ലാം മാസ്റ്റർ പ്ലാൻ ആരുടെ കയ്യിലുണ്ട്? മേസ്തിരിയുടെ കയ്യിൽ ഉണ്ട്. പക്ഷെ ചില എഞ്ചിനീയേഴ്സ് അങ്ങനെയല്ല. ചില എഞ്ചിനീയേഴ്സ് നീ ഇന്നത് ചെയ്യാനേ പറയത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ പണി എന്നാന്നുള്ളതൊന്നും എഞ്ചിനീയർ അതൊക്കെ അവൻ്റെ തലയിലിരിക്കുക. അവൻ മാസ്റ്റർ പ്ലാൻ കിട്ടിയ ആളുകളുണ്ട്, മാസ്റ്റർ പ്ലാൻ കിട്ടാത്ത ആളുകളുണ്ട്. പക്ഷേ മാസ്റ്റർ പ്ലാൻ കൊടുത്തില്ലെങ്കിൽ എഞ്ചിനീയർ എല്ലാ ദിവസവും സൈറ്റിൽ വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മാസ്റ്റർ പ്ലാൻ നേരത്തെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം പുള്ളിക്കാരനെ എവിടെയെങ്കിലും കാണണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ ദൈവം നമുക്കെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് അനുസരിച്ചാൽ മതിയല്ലോ. പക്ഷേ ദൈവം എല്ലാം വെളിപ്പെടുത്തിയില്ലെങ്കിൽ എപ്പോഴും അവൻ നമ്മുടെ കൂടെ നടക്കും. എന്നിട്ട് ഓരോ നിമിഷങ്ങളിലും നമ്മളെ അവൻ നയിച്ചോണ്ടേ ഇരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ കൺഫ്യൂഷനിലാണ്. തീർച്ചയായും കൺഫ്യൂഷനുണ്ട്. കാരണം ഫെയ്ത്ത് കാഴ്ചയുടെ ലോകത്തിലല്ല സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉള്ളത്. കാഴ്ചയുടെ ലോകത്ത് സംഭവിക്കുന്നതിന് കൺഫ്യൂഷൻ ഇല്ല. പ്രാകാരത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. കാര്യം പ്രാകാരത്തിൽ എന്തുണ്ട്? വെളിച്ചം ഉണ്ട്, അവന് കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ വിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും വെയ്യാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് നിലവിളക്കിന്റെ പ്രകാശം പോലുമില്ല. അവിടെ ദൈവപ്രകാശത്തിൽ തന്നെ അവൻ ജീവിച്ചാലേ പറ്റുള്ളൂ. അവന് വേറെ ഒരു പ്രകാശവുമില്ല. അവന്റെ ടോട്ടൽ ഡിപ്പെൻഡൻസ് ദൈവപ്രകാശത്തിലാണ്. അതുകൊണ്ട് കൺഫ്യൂഷനിലാണ് നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടാകുന്നത്. കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകത്തില്ല? വേണ്ടത്ര ഡിപ്പെൻഡൻസ് ഉണ്ടാകത്തില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സകല സോഴ്സും ആര് തന്നെ ആയിരിക്കും? ദൈവം തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫെയ്ത്ത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് അറിയണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. ഫെയ്ത്ത് ഇല്ലാത്തപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഡീറ്റെയിൽസ് തിരക്കുന്നത്. നമ്മളൊരു വേലക്കാരനോട് എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു വേലക്കാരനെ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ ചോദിക്കും, സാറേ എന്തിനാ വിളിക്കുന്നത്, എന്നാ കാര്യം എന്നൊക്കെ 16 പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മോനെ വിളിച്ചാൽ ചിലപ്പം മോനെ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്തോന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി വരും. അവൻ എന്തിനാ വിളിക്കുന്നത് എന്നുള്ളത് പോലും അവൻ അറിയണമെന്നൊന്നുമില്ല. അവന് റിലേഷൻ ഉണ്ട്, അവന് ഫെയ്ത്ത് ഉണ്ട്. നമ്മൾ മക്കളെ ഒരു കാര്യം ഫലമേൽപ്പിക്കുന്ന പോലെയല്ല വേറൊരാളെ ഒരു കാര്യം ഫലമേൽപ്പിക്കുന്നത്. മക്കളെ ഫലമേൽപ്പിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഫെയ്ത്ത് ഉണ്ട്.
ഒരു കുഞ്ഞപ്പൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്, അപ്പൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത്, അത് അപ്പനായതുകൊണ്ടും അപ്പനിൽ ഫെയ്ത്ത് ഉള്ളത് കൊണ്ടുമാണ്. അല്ലാതെ ആ പ്ലാനും സ്ട്രാറ്റജിയും തിരിച്ചറിഞ്ഞതിന് ശേഷം അനലൈസ് ചെയ്തിട്ട് ഞാൻ പോകണോ വേണ്ടായോ എന്ന് ഒടുവിൽ തീരുമാനിക്കുകയല്ല. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ ദൈവം പറയുന്ന പ്ലാൻ അനുസരിച്ച് ആദ്യം കർത്താവിനോട് നമ്മൾ പറയുന്നത്, ഓക്കെ കർത്താവേ, നീ എന്നെക്കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞതാ, അത് ഞാൻ കൃത്യമായിട്ടൊന്ന് തിരിച്ചറിയട്ടെ, പിന്നെ അതിൻ്റെ റിസോഴ്സസ് എവിടെ നിന്നൊക്കെ വരുമെന്നുള്ളതുകൂടെ ഞാനൊന്ന് അറിയട്ടെ. അപ്പോൾ പ്ലാനും ഇതെങ്ങനെ നിർവഹിക്കണമെന്നാണ് ഇതിൻ്റെ സ്ട്രാറ്റജി. പ്ലാനും സ്ട്രാറ്റജിയും റിസോഴ്സസും അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. അവിടെ എന്താ ഉണ്ടാകുന്നില്ല? ഫെയ്ത്ത് ഉണ്ടാകുന്നില്ല. അവിടെ അനുസരണം ഉണ്ടാകുന്നുണ്ടായിരിക്കാം, പക്ഷേ അനുസരണത്തിനപ്പുറത്ത് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകണമെങ്കിൽ റിലേഷനാണ് അത്യാവശ്യമായിരിക്കുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് റിലേഷനിലാണ്. അവിടെ കൺഫ്യൂഷനും ഉണ്ട്. ചില സമയത്ത് സുവിശേഷ വേലയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഭയങ്കര ബോധ്യമാണ്, ഓരോ കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര ബോധ്യമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ബോധ്യമില്ലാത്ത ആളുകളുണ്ട്. ബോധ്യമില്ലാത്ത ആളുകൾ മോശപ്പെട്ട ആളുകളെന്നൊന്നും അർത്ഥമൊന്നുമില്ല. ഒരുപക്ഷെ അവർക്ക് അവരുടെ ജീവിതകാലത്ത് തന്നെ ബോധ്യം ഉണ്ടാകാത്ത കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം അവരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചെന്ന്. ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, മോഡേൺ മിഷണറി മൂവ്മെൻറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതാണ് വില്യം കേറി ഇന്ത്യയിൽ വന്നു. അങ്ങേര് അനുഭവിച്ചതുപോലെ കഷ്ടത ഒരു മിഷണറിയും ലോകത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരിക്കാം, നമ്മൾ എല്ലാ മിഷണറിമാരെയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്നാലും ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നരഭോജികളൊക്കെ തിന്നിട്ടുള്ള മിഷണറിമാരൊക്കെ ഉണ്ട്. പക്ഷേ ഇതല്ല. ബ്രിട്ടീഷുകാരനായ വില്യം കേറി ഇന്ത്യയിൽ വന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കാലുകുത്താൻ സമ്മതിച്ചില്ല. ഈ ഹിന്ദു ഫെനാറ്റിക്സ് പറയുന്നത് പോലെ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ച് ഇവിടെ അവർ മുഴുവൻ ക്രിസ്ത്യാനികളാക്കി എന്നൊക്കെ പറഞ്ഞതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇവിടെ ആളുകൾ ക്രിസ്ത്യാനികളാണെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നവരല്ല. അവരുടെ കച്ചവടം നടക്കണമെന്നുള്ളതല്ല, അത് അവർക്ക് വേറെ കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് വില്യം കേറിയെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവർ കാലുകുത്താൻ സമ്മതിക്കാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം എങ്ങാണ് മതപ്രചരണം നടത്തി കഴിഞ്ഞാൽ അവരുടെ കച്ചവടം പൊളിയുമെന്നുള്ള പേടി കൊണ്ടാണ് അവർ സമ്മതിക്കാഞ്ഞത്. കാര്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ഒഴികെ വേറെ ഒന്നും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇവിടെ ഉള്ളവരെ എല്ലാവരും കൂടെ അവർ ക്രിസ്ത്യാനികളാക്കിയെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. അതൊന്നും അവർ ഗവൺമെൻറ്റിൻ്റെ അജണ്ട ഒന്നും അല്ലായിരുന്നു ഇതൊന്നും. ഒരു പക്ഷേ പോർച്ചുഗീസ് ഭരണകർത്താക്കൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു മോഹമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അവരെ കത്തോലിക്ക ഭരണകൂടത്തിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ ബ്രിട്ടീഷുകാർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവർ കച്ചവടക്കാർ, നത്തിങ് എൽസ്. മറ്റവരും കച്ചവടക്കാരായിരുന്നു. ഈ ബ്രിട്ടീഷുകാരനായ ഈ വില്യം കേറി ഇന്ത്യയിൽ വന്ന് ജീവിക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. പൈസയില്ലാതെ പട്ടിണി കിടന്നു. ഒരു മോൻ പട്ടിണി കിടന്ന് മരിച്ചു. അദ്ദേഹത്തിന് എതിരായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹം ചെയ്ത പല വർക്കും, അനേക വർഷങ്ങളിലെ വർക്കൊക്കെ, എസ്പെഷ്യലി അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത പല ഭാഗങ്ങളും പുസ്തകങ്ങളും ഒക്കെ തീ പിടിച്ച് നഷ്ടപ്പെട്ടു പോയി. ആ സമയത്തെല്ലാം അദ്ദേഹം എപ്പോഴും ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ, നീ പറഞ്ഞിട്ട് തന്നെയാണോ ഞാനിവിടെ വന്നത്? മരിക്കുന്നത് വരെ വില്യം കേറിക്ക് സംശയം ഉണ്ടായിരുന്നു, ദൈവം പറഞ്ഞിട്ടാണോ ഇവിടെ വന്നതെന്ന്. അതോ എൻ്റെ അഡ്വഞ്ചറസ് മൈൻഡിൽ ഞാനിക്ക് വന്നതാണെന്നുള്ള സംശയം മരിക്കുന്നത് വരെ വില്യം കേറിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ദൈവം പറഞ്ഞിട്ടാണ് വില്യം കേറി ഇന്ത്യ വന്നതെന്നുള്ളതിന്? നമുക്ക് ആർക്കെങ്കിലും വില്യം കേറിയുടെ ചരിത്രം അറിയാവുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമോ? ദൈവം പറഞ്ഞിട്ടാണോ ആ മനുഷ്യൻ വന്നതെന്നൊരു സംശയം ഉണ്ടാകുമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ദിവസങ്ങളും കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുവാൻ ആ മനുഷ്യനെ സഹായിച്ചത് എന്നും ഉണ്ടായിരുന്ന ഈ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഓരോ ദിവസങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റി? ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനായിട്ട് വില്യം കേറിക്ക് കഴിഞ്ഞു. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിലുള്ള ഫെയ്ത്ത് അല്ല. ഇതൊക്കെ ഇന്നത്തെ മാനേജ്മെൻറ്റ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ചിന്തയാണ്. നമ്മൾ ഈ കൂടുതൽ ബുദ്ധിപരമായി പോയതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഫെയ്ത്ത്? ദൈവം എന്നെ ഒരു പ്രോജക്റ്റ് പരമേൽപ്പിച്ചിട്ടുണ്ട്. ഇന്നെല്ലാം പ്രോജക്റ്റ് ആണല്ലോ. എന്നാൽ ഒരു ഇവൻറ്റിലോ പ്രോജക്റ്റിലോ അല്ല നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്, ദൈവത്തിലാണ്. വ്യക്തിയിലുള്ള റിലേഷനാണ്. ആ റിലേഷൻ നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഫെയ്ത്ത് നഷ്ടപ്പെടത്തില്ല. കൺഫ്യൂഷൻ ഉണ്ടാകാം. ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് വിളിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്?
എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നുള്ള ചോദ്യത്തിനകത്ത് ഫെയ്ത്ത് നഷ്ടപ്പെട്ടോ? എൻ്റെ ചോദ്യം അതാണ്. ബേസിക്കലി നമുക്ക് തോന്നാം അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, ഫെയ്ത്ത് നഷ്ടപ്പെട്ടെന്ന്. പക്ഷേ ഫെയ്ത്ത് നഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടില്ല? കാര്യം കൈവിടപ്പെട്ടെന്ന് തോന്നുമ്പോഴും അവൻ വിളിക്കുന്നത് എൻ്റെ ദൈവമേ എന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എപ്പോഴാണ് ഫെയ്ത്ത് നഷ്ടപ്പെടുന്നത്? ദൈവമോ? എന്തോ ദൈവം? ഏത് ദൈവം? ആരുടെ ദൈവം എന്ന് ചോദിക്കുമ്പോഴാണ് ഫെയ്ത്ത് നഷ്ടപ്പെടുന്നത്. കർത്താവ് പറയുന്നത് എൻ്റെ കൈ പിടിച്ചാലും അവൻ എൻ്റെ കൈ പിടിച്ചാലും കൈവിട്ടാലും അവൻ ആരാണ്? എൻ്റെ ദൈവമാണ്. എൻ്റെ കൈ പിടിക്കുമ്പോഴും അവൻ എൻ്റെ ദൈവം, എൻ്റെ കൈ വിടുമ്പോഴും അവൻ എൻ്റെ ദൈവം. പിന്നെ അവിടെ ഫെയ്ത്ത് പോകുന്നത്? പ്രിയമുള്ളവരെ, കൺഫ്യൂഷനിൽ നമ്മൾ ആയെന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും നമ്മുടെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല. ആ കൺഫ്യൂഷൻ്റെ സ്റ്റേജിൽ നമ്മുടെ റിലേഷൻ നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്നു. കൈപിടിച്ചാലും കൈവിട്ടാലും അവിടുന്ന് എൻ്റെ ദൈവമാണെന്നുള്ളത് അവൻ കൺഫസ് ചെയ്യുകയാണ്. പ്രാണനെ വെടിയുമ്പോഴും അവൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ പ്രാണനെ ഞാൻ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഇത്രയും സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നീ എന്നെ കൈവിട്ടോ എന്നൊക്കെ ചോദിച്ച് വിലപിച്ച യേശു പ്രാണനെ കൈവിടേണ്ട സമയത്ത് ആരുടെ കയ്യിലാണ് കൊടുത്തത്? പിതാവിൻ്റെ കയ്യിൽ. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നഷ്ടപ്പെടാത്ത റിലേഷനാണ്, വ്യക്തമായ റിലേഷനാണ്. കൈവിടുന്നതും കൈപിടിക്കുന്നതുമായിട്ടൊന്നും അതിന് വലിയ ബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ ദാനിയേലിൻ്റെ പ്രവചനം വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഹനനയ, മിഷായേൽ, അസറയ എന്ന് പറയുന്ന എബ്രായ ബാലന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഈ 3 ബാലന്മാരോട് രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവ് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ 3 പേരും ഞാൻ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ നമസ്കരിക്കണം. നമസ്കരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളെ ഞാൻ തീച്ചൂളയിൽ എറിഞ്ഞു കളയും എന്ന് പറയുന്നു. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഉത്തരം എന്താണ് നമ്മളവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട് നെബൂഖദ്നേസറേ ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഏത് കാര്യത്തിൽ? നെബൂഖദ്നേസർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര്? അവരുടെ ആ കാര്യത്തിലാണ് ചോദ്യം. എന്താണ്? ഞാൻ നിങ്ങളെ എറിയുമെന്നുള്ളതല്ല ചോദ്യം. അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന, അതായത് നിങ്ങൾ വിഗ്രഹത്തെ നമസ്കരിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? നിങ്ങളെ തീച്ചുളയിൽ എറിഞ്ഞു കളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തിയുള്ള ദേവൻ ആര്? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറയുന്നത് ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമേ ഇല്ല. എന്തുകൊണ്ട്? അത് ഞങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, വിടുവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അക്കാര്യം നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഞങ്ങളുടെ റിലേഷൻ വ്യത്യാസമുണ്ട്. അവർ പറയുന്നില്ല ഞങ്ങളുടെ ദൈവം തീർച്ചയായും വിടുവിക്കും, വിടുവിച്ചില്ലെങ്കിൽ അന്നേരം നമുക്ക് ആലോചിക്കാം എന്നാണ് പറയുന്നത്. അത് ഫെയ്ത്ത് അല്ല. അവർ പറയുന്ന വാക്കെന്താണ്? 17-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും എന്നാണ്. ഹി ഈസ് ഏബിൾ. മലയാളത്തിലേക്കാൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് അവിടെ ഉള്ളത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും എന്ന് പറയുമ്പോൾ മലയാളത്തിലെ വാക്യത്തിനകത്ത് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. കഴിയുമെങ്കിലും എന്നല്ല, ഹി ഈസ് ഏബിൾ ബട്ട് ഇഫ് ഹി ഈസ് വില്ലിങ്. അവന് കഴിയും, എന്നാൽ അവൻ വിടുവിക്കുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ ഞങ്ങളെ വിടുവിക്കും. ഇനി അവൻ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും ഞങ്ങളുടെ ലോയൽറ്റി ഒരാളോടെ ഉള്ളൂ. ആരോട്? ഞങ്ങളുടെ ദൈവത്തോട്, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ ദൈവത്തോട്. അത് വിടുതലുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നാണ് ഇവർ പറയുന്നത്. നമുക്കെല്ലാം വിടുതലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. പക്ഷേ നെബൂഖദ്നേസറിന്റെ കീഴിലുള്ള നെബൂഖദ്നേസറിന്റെ ഭരണചക്രത്തെ തിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളായ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറയുന്നു, നോ, ഞങ്ങളുടെ റിലേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ റിലേഷൻ. വിടുവിക്കണോ വേണ്ടായോ എന്നുള്ളത് ഞങ്ങളുടെ ദൈവം തീരുമാനിക്കും. ഇക്കാര്യത്തിൽ നിന്നോട് ഉത്തരം പറയേണ്ട കാര്യം ഇല്ല എന്ന്. ഏത് കാര്യത്തിൽ?
ഞങ്ങളും ദൈവവുമായിട്ട് തീർക്കുന്ന കാര്യമാണ് ഞങ്ങളെ വിടുവിക്കുകയോ മരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വി ഡോണ്ട് കെയർ. കാര്യം ഞങ്ങളുടെ വിടുതലുമായിട്ട് ബന്ധപ്പെട്ടല്ലല്ലോ ഞങ്ങൾ അവനെ സേവിക്കാൻ തീരുമാനമെടുത്തത്. ഹീ ഈസ് അവർ ഗാഡ്. അവൻ ഞങ്ങളെ കൊന്നാലും അവനാണ് ഞങ്ങളുടെ ദൈവം. ഇയ്യോബിന്റെ കാര്യത്തിൽ അതാ പറയുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ആ കൊല്ലാതിരിക്കോ? സോവറിറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പല സ്ഥലങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എബിലിറ്റിയിലുള്ള വിശ്വാസം മാത്രമല്ല, ദൈവത്തിൻ്റെ സോവറിറ്റിയിലുള്ള വിശ്വാസം കൂടെയാണ്. ഒരുപക്ഷെ അതാണ് ദൈവത്തിന് കഴിയും എന്നുള്ളത് ഒരു യുണീക്ക് ഫെയ്ത്ത് അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തിന് നമ്മളെ വിടുവിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ദൈവത്തിന് ആ കാര്യം, അല്ലെങ്കിൽ നമ്മളിപ്പം മറിയോട് ദൂതൻ പറയുന്നു ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ളത് വിശ്വാസികളുടെ മാത്രം വിശ്വാസമാണോ? എൻ്റെ ചോദ്യം അതാണ്. അല്ല, സാത്താനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ സാത്താനും അറിയത്തില്ല ദൈവത്തിന് എല്ലാം കഴിയുമെന്നുള്ളത്. ഈവൻ സൈറ്റൻ ബിലീവ്സ് ദാറ്റ് ഗാഡ് ഈസ് ഏബിൾ ടു ഡു എനിത്തിങ്. പക്ഷേ ദൈവം എന്തും ചെയ്തോട്ടെ എന്ന് അവൻ പറയത്തില്ല. ദൈവത്തിന് എന്തും കഴിയും, എന്നാൽ എന്ത് ചെയ്യണമെന്ന് ദൈവം തീരുമാനിച്ചോട്ടെ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ സഹോദരന്മാരെ. ദൈവത്തിൻ്റെ എബിലിറ്റിയിൽ മാത്രമുള്ള വിശ്വാസമല്ല, ദൈവത്തിൻ്റെ സോവറിറ്റിയിലുള്ള വിശ്വാസമാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഈസ് എസെൻഷ്യൽ ഇൻ ദീസ് ഡേയ്സ്. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സർവാധിപത്യത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവം തീരുമാനിച്ചോട്ടെ എന്ന് പറയുന്നതാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു റിലേഷനാണ്. റിലേഷൻ ഇല്ലാതെ ഫെയ്ത്ത് ഇല്ല. ബന്ധമില്ലാതെ എന്തില്ല? വിശ്വാസം ഇല്ല. ബന്ധമില്ലാത്തവന് മറ്റേ വിശ്വാസം ഉണ്ടാകാം. ദൈവവും സാത്താനുമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷേ സാത്താൻ എന്നെ എന്ത് വിശ്വസിക്കാൻ പറ്റും? ദൈവത്തിന് എന്തും കഴിയും എന്ന് വിശ്വസിക്കാൻ കഴിയും. പക്ഷേ ദൈവം എന്തും ചെയ്തോട്ടെ എന്ന് പറയണമെങ്കിൽ അവൻ നമ്മുടെ ദൈവമാണെങ്കിലേ നമ്മൾ പറയത്തുള്ളൂ. ഇറ്റ് ഈസ് അപ് ടു ഗാഡ്. ലെറ്റ് ഗാഡ് ഡു എനിത്തിങ് because he is able and he is sovereign. I know my God will never do anything that is not good for me. എനിക്ക് കൊള്ളാത്തതായ ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. ഈവൻ he can. അതുകൊണ്ടാണ് യോ പറയുമ്പോഴത്തേക്ക് അവൻ എന്നെ കൊന്നോട്ടെ, പക്ഷെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും, എന്തും ചെയ്യാൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. റിലേഷനിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ഇപ്പം അബ്രഹാമിൻ്റെ കാര്യം തന്നെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ എന്താണ് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. 2-ാമത്തെ വാക്യം പറയുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 3-ാമത്തെ വാക്യം പറയുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാമിനോട് ദൈവം പറയുന്നു ഇതെല്ലാം ഞാൻ ചെയ്യും. അതാണ് അബ്രഹാമിൻ്റെ വിളിയുടെ പ്രത്യേകത. അബ്രഹാമിനോട് ദൈവം പറയുന്നു ഇനിയിപ്പോൾ ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മൾ അബ്രഹാമിൻ്റെ വിളിയിൽ അടിസ്ഥാനപരമായുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ എല്ലാം ചെയ്യുന്ന ഞാനായിരിക്കും. റിലേഷൻ, ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നീ ഞാനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറി കഴിഞ്ഞു, ഇനിയെല്ലാം ഞാൻ തീരുമാനിക്കും. അതായിരുന്നു അബ്രഹാമിൻ്റെ വിളിയുടെ പ്രത്യേകത. ഇനിയിപ്പോൾ എന്തിനും അവൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ടോട്ടൽ ഡിപ്പെൻഡൻസ്, പൂർണ്ണമായും അവൻ ആരെ ആശ്രയിച്ചാലേ പറ്റുള്ളൂ? കർത്താവിനെ ആശ്രയിച്ചാലേ പറ്റുള്ളൂ. കാര്യം ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ അത്രേ ഉള്ളൂ. അബ്രഹാമിനോട് ഒരു കാര്യവും പറയുന്നില്ല, നീ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നില്ല. നീ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, നിനക്കാകെ ചെയ്യാൻ കഴിയുന്നത് അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്തേക്ക്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാം. തീരുമാനമെടുക്കാനുള്ള മുഴുവൻ പോസിബിലിറ്റിയും അവസാനിക്കുകയാണ്. ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്, പിന്നീട് നമുക്ക് ഒന്നിനെക്കുറിച്ചും തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. അനുസരിക്കാനൊരു തീരുമാനം എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നുള്ള തീരുമാനമെല്ലാം എടുക്കുന്ന ആരാണ്? ദൈവമാണ്. അതുകൊണ്ടാണ് ഡിട്രിഷ് ബോണോഫർ എന്ന് പറയുന്ന ജർമ്മനിയിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷിയായി തീർന്ന, ഹിറ്റ്ലറുടെ കാലത്ത് രക്തസാക്ഷിയായി തീർന്ന ഡിട്രിഷ് ബോണോഫർ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞത്, when somebody become a disciple of Jesus Christ, Jesus is coming in between him and his normal life. ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ
യേശു അവനും അവൻ്റെ സ്വാഭാവികമായ സ്വകാര്യ ജീവിതത്തിനും മധ്യേ കയറി നിൽക്കുകയാണ്, കയറി വഴിമുടക്കി നിൽക്കുകയാണ്. പിന്നെ ഒന്നും അവന് തീരുമാനിക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി യേശു മാത്രമായി തീരുകയാണ്. പിന്നെ അവൻ്റെ പണത്തെ തൊടാൻ പറ്റത്തില്ല, അവൻ്റെ ജോലിയെ തൊടാൻ പറ്റത്തില്ല, അവൻ്റെ വീടിനെ തൊടാൻ പറ്റത്തില്ല, അവൻ്റെ ഭാര്യയെ തൊടാൻ പറ്റത്തില്ല. തൊടണമെങ്കിൽ ആരിലൂടെ തൊടാൻ പറ്റുള്ളൂ? യേശുവിലൂടെ. കാര്യം യേശു കയറി വഴി മുടക്കി നിൽക്കുകയാണ്. ഡിസിഷൻ മേക്കിംഗ് കംപ്ലീറ്റ് ഇനി നടത്തുന്ന ആരായിരിക്കും? കർത്താവായിരിക്കും, യേശുവായിരിക്കും. എല്ലാത്തിനും മധ്യത്തിലേക്ക് ദൈവത്തെ കയറ്റി നിർത്തുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എല്ലാത്തിനും മധ്യത്തിലേക്ക് ദൈവത്തെ കയറ്റി നിർത്തുന്നതാണ് ഫെയ്ത്ത്. അബ്രഹാമിനോട് ചേർന്നുള്ള ഫെയ്ത്ത് ജേർണിയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ അനുഭവം ഇതാണ്. എന്ത്? യേശു നമ്മുടെ മധ്യത്തിലേക്ക്, നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ മധ്യത്തിലേക്ക് കയറി വഴി മുടക്കി നിൽക്കുകയാണ്. ഇനി എല്ലാം ദൈവം തീരുമാനിക്കും, എല്ലാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ചാപ്റ്റർ 11 വേഴ്സ് 8, വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ്റെ ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ട ആളെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. യാത്രയാവാൻ വിളിക്കപ്പെട്ട ആളെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. കാര്യം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതല്ലാതെ എവിടേക്ക് പോകണമെന്നുള്ള തീരുമാനം പോലും അവൻ എടുക്കാൻ കഴിയില്ല. അവൻ്റെ യാത്രയയപ്പ് യോഗം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഭാവനയിൽ കാണാറുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു വലിയൊരു യാത്രയയപ്പ് യോഗം നടക്കുകയാണെന്ന് വെച്ചോ. ഓഫ് കോഴ്സ് ഈസ് എ ട്രൈബൽ ലീഡർ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ്റെ ട്രൈബിലുള്ള എല്ലാവരും വന്ന് അവനോട് ഒത്തിരി സ്നേഹമുണ്ടായിരിക്കും. തെരഹിൻ്റെ കൂടെ വളരെ കാലം ജീവിച്ച ആ മകൻ എന്നുള്ള നിലയിൽ. അപ്പോൾ ആളുകളെല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കും, എബ്രഹാം വാട്ട് ഹാപ്പൻ? ഞങ്ങൾ കേട്ടല്ലോ നീ ഞങ്ങളെയൊക്കെ ഇട്ടേച്ച് വേറെ ഏതോ നല്ല സ്ഥലത്തേക്ക് പോകുകയാണെന്ന്. ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല. അറിയത്തില്ലേ? പിന്നെ ദൈവം പറഞ്ഞു പോകാൻ. എങ്ങോട്ട് പോകാനാണ് ദൈവം പറഞ്ഞ്? അറിയത്തില്ല. അല്ല പിന്നെ നീ നാളെ ഇപ്പോൾ ഇവിടുന്ന് വെറുതെ പോകലല്ലോ, ഈ നിന്റെ ഭാര്യയും സാറായിയും എല്ലാം കൂട്ടിക്കൊണ്ടല്ലേ പോകുന്നത്. തന്നെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറയാം. പക്ഷേ നിന്റെ കുടുംബത്തെ കൂടെ ഒക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നീ എങ്ങോട്ടാണ് പോകുന്നതെന്നെങ്കിലും അറിയണ്ടേ? എനിക്കറിയത്തില്ല. അല്ല ഈ പോകുന്ന സ്ഥലത്ത് പിള്ളേർക്ക് പഠിക്കാൻ സ്കൂളുമൊക്കെ ഉണ്ടോ? അബ്രഹാം പറഞ്ഞു കാണും, അതൊന്നും എൻ്റെ വിഷയമല്ല, എനിക്കിപ്പോൾ പിള്ളേർ പോലും ഇല്ല, അതൊന്നും എനിക്ക് വിഷയമല്ല. ദൈവം എന്നോട് പറഞ്ഞു എന്ത്? പോകാൻ പറഞ്ഞു. അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്കുള്ള വല്ല പോസിബിലിറ്റി വല്ലതും ഉണ്ടോ? അറിയത്തില്ല. എനിക്ക് ജോലി ചെയ്യാനൊന്നും കർത്താവ് പറഞ്ഞില്ല. നീ എങ്ങോട്ട്, എന്ത് പിന്നെ നിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു? എനിക്ക് ലക്ഷ്യമില്ല. ഇത് പ്രാന്തെന്നല്ലാതെ വേറെ വല്ലവരും എന്തെങ്കിലും പറയുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയ്ത്ത് ജേർണി ആഗ്രഹിക്കുമ്പോൾ കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുന്നവന്, വിശ്വാസത്തിൻ്റെ ലോകത്ത് ജീവിക്കുന്നവൻ കാണിക്കുന്നതെല്ലാം ഭ്രാന്തായിരിക്കും. ശരിക്കും കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ ലോകത്ത് ജീവിക്കുന്നവൻ കാണിക്കുന്നതെല്ലാം എന്തായിരിക്കും? ഒരു ഭ്രാന്ത് പോലെ മാത്രമേ തോന്നത്തുള്ളൂ. അവിടെ ദൈവം ഇവനോട് ഇടപെടുന്ന ഭാഗങ്ങൾ നമ്മളെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളിതുവരെ ഫെയ്ത്ത് ജേർണിയിൽ അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും ഫെയ്ത്ത് ജേർണിയിലാണെങ്കിൽ, വിശ്വാസത്തിൻ്റെ യാത്രയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും നമ്മളെ മനസ്സിലാകത്തില്ല. അവരെല്ലാം പറയും ഭ്രാന്ത് പിടിച്ചൊന്നും പറയത്തുള്ളൂ. പക്ഷെ ഇപ്പോഴും നമ്മളെക്കുറിച്ച് ആളുകൾക്കെല്ലാം നല്ല സങ്കല്പം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും കാഴ്ചയുടെ ലോകത്താണോ ജീവിക്കുന്നതെന്ന് നമ്മളൊന്നുകൂടെ ആലോചിക്കണം. ഫെയ്ത്ത് ജേർണി ഓഫ് അബ്രഹാമിനോട് കർത്താവ് ഇടപെടുന്നത് ഒന്നാമത്തെ പ്രഥമ പടി, അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി. ഇനി നമ്മൾ ആ ഫെയ്ത്ത് ജേർണി തുടങ്ങുകയാണ്. പ്രത്യക്ഷനായി. ഒന്നാമത്തെ, ദൈവപ്രത്യക്ഷതയില്ലാതെ ഒരു വിശ്വാസയാത്രയില്ല. ദൈവം പ്രത്യക്ഷനാകാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫെയ്ത്ത് ജേർണി തുടങ്ങാൻ കഴിയത്തില്ല. ദൈവപ്രത്യക്ഷത ഇല്ലാത്തവൻ എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അബ്രഹാം എന്തുകൊണ്ടാണ് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെടാൻ തയ്യാറായതിൻ്റെ കാരണം, അവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞില്ലെങ്കിലും അവൻ്റെ മുന്നിൽ നടക്കുന്ന, അവനെ കാണിക്കുന്ന ദൈവത്തെ കണ്ടോണ്ട് അവൻ ഇറങ്ങിയത്. ഡോണ്ട് തിങ്ക് ദാറ്റ് അവൻ ദേശം കണ്ടില്ല എന്നത് ശരിയാണ്, പക്ഷെ അവൻ ദൈവത്തെ കണ്ടു. ദേശം കണ്ടിറങ്ങുന്നവരൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവൻ ദേശം കണ്ടില്ല. ദേശമെന്ന് പറയുമ്പോൾ ശരിക്കും കാഴ്ചയുടെ ലോകത്ത്, അവൻ്റെ അപ്പൻ കാഴ്ചയുടെ ലോകത്ത് ജീവിച്ചവനാണ്. തേരഹ് കാഴ്ചയുടെ ലോകത്ത് ജീവിച്ചവനാണ്. പക്ഷേ അബ്രഹാം ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? വിശ്വാസത്തിൻ്റെ ലോകത്താണ്. അവിടെ കാഴ്ചയില്ല, കാഴ്ചയ്ക്ക് അപ്പുറത്താണ്. അവിടെയാണ് വിശ്വാസം. കാഴ്ച ഉണ്ടെങ്കിൽ പിന്നെ വിശ്വാസം ആവശ്യമില്ല.
അതുകൊണ്ട് ദൈവപ്രത്യക്ഷതയാണ് പ്രഥമമായ പടി. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് അബ്രഹാം ദൈവപ്രത്യക്ഷത ഉണ്ടായപ്പോൾ ദൈവത്തെ വിശ്വസിച്ചു. ദൈവപ്രത്യക്ഷത ഉണ്ടായതുകൊണ്ട് എല്ലാവരും ദൈവത്തെ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവപ്രത്യക്ഷത ഉണ്ടായ പല ആളുകളും ദൈവത്തെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ട്. ദൈവപ്രത്യക്ഷത ഉണ്ടായിട്ടും ഈ ദൈവം ഇടയ്ക്ക് കൈവിടുമെന്നുള്ള പേടി ഉള്ളവരുണ്ട്, അങ്ങനെ പോയിട്ടുള്ളവരുണ്ട്. എന്നാൽ അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ദൈവപ്രത്യക്ഷതയോട് 100% വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവൻ വിശ്വസിച്ചു. അപ്പോൾ ദൈവപ്രത്യക്ഷതയുണ്ടായി. ഹി ഹാസ് സീൻ ഗാഡ്, ഹി ബിലീവ്ഡ് ഇൻ ഗാഡ്, ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ ഗാഡ് ആൻഡ് ഹി ഒബെയ്ഡ് ഗാഡ്. അടുത്തതാണ് അനുസരണം. ഈ വിശ്വാസം പ്രാവർത്തികമാകുന്നതാണ് അനുസരണം. അപ്പോൾ ദൈവപ്രത്യക്ഷത, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തോടുള്ള അനുസരണം, ഇതാണ് ഈ വിശ്വാസയാത്രയിൽ നമ്മൾ ഓർക്കേണ്ടതായ 3 ആദ്യത്തെ കാര്യങ്ങൾ. അനുസരണം ഇല്ലെങ്കിൽ വിശ്വാസമില്ല. അനുസരിക്കണമെങ്കിൽ ഒരു കൽപ്പന വേണം. ഇവിടെ ഒരു കൽപ്പനയുണ്ട്. എന്താണ് കൽപ്പന? ഇവിടെ ഒരൊറ്റ കൽപ്പനയെ പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? അവിടെ പറയുന്ന കൽപ്പനയുടെ പ്രധാനം, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോൾ വിടുക, പുറപ്പെടുക, പോവുക, ഈ കാര്യമാണ് കൽപ്പന. ബാക്കിയുള്ളതൊന്നും കൽപ്പനയല്ല, ബാക്കിയുള്ളതൊക്കെ വാഗ്ദത്തമാണ്. അപ്പോൾ കർത്താവ് ഈ 3 വാക്യത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം കൽപ്പന കൊടുക്കുന്നു, പിന്നീട് വാഗ്ദത്തം കൊടുക്കുന്നു. കൽപ്പന എന്താണ്? നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അടുത്തതെല്ലാം വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അവിടെ ഒന്നും അബ്രഹാമിനൊന്നും ചെയ്യാനില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളപ്പോഴാണല്ലോ കൽപ്പന ഉണ്ടാകുന്നത്. ബാക്കിയുള്ള കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് എന്താണ് അവൻ്റെ പേർ വലുതാക്കും, അതൊക്കെ കർത്താവ് ചെയ്യേണ്ട കാര്യമാണ്. ഇവൻ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, കൽപ്പന അനുസരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത കാര്യത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ധ്യാനിക്കുകയോ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതൊക്കെ കർത്താവ് അവൻ്റെ സമയത്ത് ചെയ്തോളും. നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടത് കർത്താവിനോട് കൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ കൽപ്പനകളുടെ അനുസരണമാണ് വിശ്വാസത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഏത് യാത്രയ്ക്കും 3 ഘടകങ്ങളുണ്ട്. ഏത് യാത്രയ്ക്കും ഒന്ന്, ഒരു സ്ഥലം വിട്ടാലേ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ലീവിങ്. രണ്ടാമത് ഇറ്റ് ഈസ് ഗോയിങ്. ഒരു സ്ഥലം വിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം? പോകണം. മൂന്നാമത് നമ്മൾ എത്തിച്ചേരുകയാണ്, റീച്ചിങ്. ലീവിങ്, ഗോയിങ് ആൻഡ് റീച്ചിങ്, ഇതാണ് ഒരു യാത്രയുടെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പക്ഷേ വിശ്വാസയാത്രയിൽ ഒരു വ്യത്യാസമുണ്ട്. എന്നു ചോദിച്ചാൽ, ലീവിങ്, ഗോയിങ് ആൻഡ് റീച്ചിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ തീരുമാനിക്കുന്ന അനുസരിച്ച് എനിക്ക് വിടാം, എനിക്ക് പോകാം, എനിക്ക് എത്തിച്ചേരാം. പക്ഷേ ഫെയ്ത്ത് ജേർണിയിൽ വേറൊരു വ്യക്തിയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾക്കപ്പുറത്ത്, അതായത് ലീവിങ്, ഗോയിങ്, റീച്ചിങ്, ഇതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉപേക്ഷിച്ചാലേ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. നിൽക്കുന്ന സ്ഥലം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, നമ്മൾ മൂവ് ചെയ്യണം, യാത്ര ചെയ്യണം. യാത്രയ്ക്ക് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്, നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. എന്നാൽ ഇവിടെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ അബ്രഹാമിനോട് കർത്താവ് പറയുന്നത് ഒരു പ്രത്യേക വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലീവിങ്. അവിടെ പറയുന്നത് കം ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ള ഒരു അർത്ഥമാണ്. നമ്മൾ ഈവൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലും ഇംഗ്ലീഷ് ബൈബിളിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അത് കുറച്ചുകൂടെ ശക്തിയുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോ ഫ്രം യുവർ കൺട്രി ആൻഡ് യുവർ കിൻഡ്രഡ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കം ഔട്ട് ഓഫ്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ്റെ ഒരു അവസ്ഥ അവിടെ പറയുന്നുണ്ട്. ആദ്യം അവിടെ പറയുന്നത് ഒരു പുറപ്പാടാണ്, വിട്ട് പുറപ്പെട്ട്. പുറപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സോഡസ് ആണ്. എക്സോഡസ്, ആ എക്സോഡസ് എന്താണ്? എക്സോഡസിനൊരു പ്രത്യേകതയുണ്ട്. എക്സോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവുകയല്ല, ഞാൻ നയിക്കപ്പെടുകയാണ്. ഇപ്പൊ ഇസ്രായേലിൻ്റെ
യാത്രയുടെ കാര്യം ആലോചിച്ചാൽ, മിസ്രൈമിൽ നിന്നുള്ള യാത്രയുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കളെല്ലാം കൂടെ അങ്ങ് ചുമ്മാ അങ്ങ് പോവുകയല്ല. എന്താണ്? ഇസ്രായേൽ മക്കളെ മോശ എന്ത് ചെയ്യാണ്? നയിക്കുകയാണ്. ദർ ഇസ് എ ലീഡർ. ആ ലീഡറിന്റെ പുറകെ പോകുന്നതും ഞാൻ പോകുന്നതുകൊണ്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ലീവിങ്, ഇറ്റ് ഇസ് എൻ എക്സോഡസ്. അതൊരു പുറപ്പാടാണ്. എക്സോഡസ് അലഞ്ഞു തിരിഞ്ഞുള്ള നടപ്പല്ല, പ്രത്യുത ഒരു നായകനെ അനുഗമിക്കുകയാണ്. അപ്പോൾ ആ അനുഗമിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ഒരു ലീവിങ്, അല്ലെങ്കിൽ അവിടെ ഒരു സെപ്പറേഷന്റെ ഒരു വലിയ ഒരു ഘട്ടമുണ്ട്. സെപ്പറേറ്റഡ് ആയാലേ പറ്റുള്ളൂ. വി നീഡ് ടു സീ ദാറ്റ് വി ആർ സെപ്പറേറ്റഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗെറ്റ് ദി ഔട്ട് ഓഫ് യുവർ കൺട്രി, യുവർ കിൻഡ്രഡ് ആൻഡ് യുവർ പീപ്പിൾ ഓർ ഇൻഹെറിറ്റൻസ്, ഫാദേഴ്സ് ഹൗസ്. ഗെറ്റ് ദി ഔട്ട്, വിട്ട്, ഒരു സ്ട്രോങ് വേർഡാണ്. പുറപ്പെട്ട്, ലീവ് എന്നല്ല, വിട്ട് പുറപ്പെട്ട്. കം ഈ ഔട്ട്, പുറത്തോട്ട് ഇറങ്ങ്. ഒരു സെപ്പറേഷൻ, ഒരു വിടുവിക്കുന്ന ഒരു കാര്യം. ഫെയ്ത്ത് ജേർണിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം നടക്കുന്നത് സെപ്പറേഷനാണ്, അടുത്തത് പുറപ്പാടാണ്. എന്നിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടെത്തിക്കുകയാണ്, റെസ്റ്റോറേഷൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ലീവിങ്, മൂവിങ് ആൻഡ് റീച്ചിങ് എന്നുള്ളതല്ല, സെപ്പറേറ്റഡ് ആൻഡ് എക്സഡസ് ആൻഡ് റെസ്റ്റോറേഷൻ. ഇതിനകത്ത് വ്യത്യാസം അതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് ആദ്യത്തെ കാര്യം എന്താണ്? സെപ്പറേഷൻ. ഇവിടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ബാബിലോണുമായിട്ടുള്ള ബന്ധത്തിലോട് പറഞ്ഞിരിക്കുന്നത്, വിട്ടുപോരുവിൻ, അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവിൻ. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. വിട്ടുപോരുവിൻ, വിട്ടുപോവുക എന്നാണ് പറയുന്നത്. അതായത് ഇനി നിങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപോരുക. ഇനി അതിന്റെ ക്ലച്ചസിനകത്ത് നീ കിടക്കരുത്. യു നീഡ് ടു സീ ദാറ്റ് യു ആർ സെപ്പറേറ്റഡ്, ഗെറ്റ് ദി ഔട്ട്. ഒരു ക്ലിയർ സെപ്പറേഷന്റെ ഒരു ദൂതാണ് കർത്താവ് ആദ്യമായിട്ട് അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത്. എവിടെ നിന്ന്? നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും. നമ്മുടെ എല്ലാ കംഫർട്ട് സോണും വിടാതെ, വേർപെടാതെ നിങ്ങൾക്ക് പുറപ്പെടാൻ പറ്റത്തില്ല. ഫെയ്ത്ത് ജേർണി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സെപ്പറേഷൻ. വേർപാടിൽ നിന്നാണ് ഫെയ്ത്ത് ജേർണി തുടങ്ങുന്നത്. ലോകത്തോട് അറ്റാച്ച്മെന്റ് സൂക്ഷിക്കുന്ന ഒരാൾക്കും വിശ്വാസത്തിന്റെ യാത്ര ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ പഴയ കാര്യങ്ങളോട് അറ്റാച്ച്മെന്റ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇവിടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ഈ സെപ്പറേഷൻ ഈ രീതിയിൽ ആളുകൾ വേണ്ടത്ര രീതിയിൽ എംഫസൈസ് ചെയ്യുന്നില്ല. വിട്ടുപോരുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിടാതെ പോകാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ക്ലിയർ സെപ്പറേഷൻ അനിവാര്യമാണ്. കാര്യം നമ്മൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫെയ്ത്ത് ജേർണി എന്ന് പറയുന്നത് വേറൊരു ലോകത്തിലേക്കുള്ള പ്രവേശനമാണ്. അബ്രഹാമിനെ ദൈവം മറ്റൊരു ലോകത്തിലേക്ക്, ദൈവത്തിന്റെ ലോകത്തിലേക്ക് വിളിക്കുകയാണ്. ദൈവത്തിന്റെ ലോകത്തിലേക്ക് വിളിക്കുന്നവൻ അവന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വേർപെട്ടാലേ പറ്റുള്ളൂ. ദേശത്തോടും കൺട്രി, കിൻഡ്രഡ് ആൻഡ് ഫാദേഴ്സ് ഹൗസ്, ഇൻഹെറിറ്റൻസ്, അതിനോടെല്ലാം വേർപെട്ടെങ്കിലേ പറ്റുള്ളൂ. ഇനി ഈ വക യാതൊരു കാര്യത്തിനും, നിങ്ങളുടെ ദേശത്തിന്, നിങ്ങളുടെ കൾച്ചറിന്, നിങ്ങളുടെ കിൻഡ്രഡ് ചാർച്ചക്കാർക്ക്, നിങ്ങളുടെ പിതൃഭവനത്തിന്, ഇതിനൊന്നിനും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. അബ്രഹാമിനെ ദൈവം ആ ദേശത്ത് നിന്ന് മാറ്റി. പക്ഷേ നമ്മൾ ചിലപ്പോൾ നാളെ എറണാകുളത്തായിരിക്കും താമസിക്കുന്നത്. പക്ഷേ എന്തില്ല, ദേശമോ ചാർച്ചക്കാരോ പിതൃഭവനമോ ഇനി നമ്മളെ എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ സെപ്പറേഷൻ ഈസ് നീഡഡ്. ദേശത്തിന്റെ കൾച്ചറും ചാർച്ചക്കാരുടെ ബന്ധവും പിതൃഭവനത്തിന്റെ സുരക്ഷിതത്വവും എല്ലാം ഉപേക്ഷിച്ച് ഒരു ക്ലിയർ സെപ്പറേഷനിലാണ് നമ്മുടെ ഫെയ്ത്ത് ജേർണി തുടങ്ങുന്നത്. ഒരു പരിധി വരെ പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് തരുന്നത്. ഞാൻ ലോകത്തിലൂടെ പോയി കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ട്, ശരിക്കും ഒരു കംഫർട്ടുണ്ട്. നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ബന്ധുക്കാർ, അതുപോലെ പിതൃഭവനം, നമ്മുടെ വീട്, ഇതെല്ലാം നമ്മുടെ കംഫർട്ട് സോണാണ്. പക്ഷേ എൻ്റെ ബീയിങ്ങിനെ രൂപപ്പെടുത്തിയ ഈ കാര്യങ്ങളെയാണ് ഇവിടെ ഞാൻ ഉപേക്ഷിക്കുന്നത്. ഞാൻ ആരാണോ, സാജു എന്ന് പറയുന്ന എന്നെ രൂപപ്പെടുത്തിയത് എൻ്റെ ദേശവും എൻ്റെ ചാർച്ചക്കാരും എൻ്റെ പിതൃഭവനവുമാണ്. എൻ്റെ ബീയിങ്ങിനെ പണിതത് ഈ 3 കാര്യങ്ങളാണ്. എൻ്റെ സ്വത്വത്തെ പണിത 3 കാര്യങ്ങളാണ്. എന്ത്? ദേശം, ചാർച്ചക്കാർ, പിതൃഭവനം. പക്ഷെ ദൈവം വിളിക്കുമ്പോൾ
ഇതിനെ എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ മാത്രം ഇൻഫ്ലുവൻസിലേക്ക് കയറാനാണ് ദൈവം വിളിക്കുന്നത്. അതുകൊണ്ടാണ് റിലേഷൻ മാറുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ദേശവും ചാർച്ചക്കാരും പിതൃഭവനും ഒന്നും മോശമായിട്ടൊന്നുമല്ല, അത് പാപമായിട്ടല്ല. മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പഴയതിൻ്റെ ഉപേക്ഷണം അനിവാര്യമാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, സുനിത വില്യംസ് ഇപ്പോൾ ബഹിരാകാശത്ത് ഒരു ബഹിരാകാശ പേടകത്തിലാണ് കഴിയുന്നത്. അപ്പോൾ ബഹിരാകാശത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ശീലങ്ങളും നമ്മുടെ ധാരണകളും എല്ലാം മാറ്റിയാലേ പറ്റുള്ളൂ. ബഹിരാകാശത്ത് നമ്മൾ നടക്കുന്ന പോലെ നടക്കാൻ പറ്റത്തില്ല. ബഹിരാകാശത്തേക്ക് പ്രവേശിക്കുന്ന വ്യക്തി ഒന്നാമത് ലോ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചാലേ പറ്റുള്ളൂ. ലോ ഓഫ് ഗ്രാവിറ്റി മനസ്സിൽ കിടക്കുന്ന ഒരാൾക്ക് ബഹിരാകാശത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഗുരുത്വാകർഷണം. നമ്മളിവിടെ നടക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത് പോലെ നിങ്ങൾ ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ യു കനോട്ട് ജസ്റ്റ് സ്റ്റാൻഡ് ലൈക്ക് ദിസ്. പക്ഷെ അവിടെ ഭാരം എന്ന് പറയുന്നൊരു പ്രശ്നമില്ല. ഭൂമി ആകർഷിക്കുന്നത് പോലെ ഗുരുത്വാകർഷണത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ സുനിത വില്യംസ് മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിൽ അത്രയും വർഷങ്ങൾ അവർ പഠിച്ച, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന സകല സിസ്റ്റത്തെയും മറികടക്കുന്ന ഒരു ലെവലിലേക്ക് വളരണമെങ്കിൽ മറ്റേതെല്ലാം മറന്നേലേ പറ്റുള്ളൂ. വി ആർ ഫോർഗെറ്റിംഗ് എവറിഥിങ്, വി ആർ ലീവിങ് എവറിഥിങ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇതൊരു ഭൗതികമായ ഉദാഹരണമാണെങ്കിൽ ദൈവത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ലൗകികമായി നമ്മളെ രൂപപ്പെടുത്തിയതായ, നമ്മളുടെ ബീയിങ്ങിനെ രൂപപ്പെടുത്തിയ നമ്മുടെ ദേശവും ചാർച്ചക്കാരും പിതൃഭവനവും ഒക്കെ മാറിയെങ്കിലേ ആ ചിന്തകളും ആ ധാരണകളും, ഈ ലോകം നമ്മിൽ തന്നിട്ടുള്ള സകല ധാരണകളെയും മാറ്റി മറിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തിൻ്റെ മണ്ഡലത്തിലേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. ഭൂമിയുടെ എല്ലാ ഇൻഫ്ലുവൻസിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കണം. ബഹിരാകാശത്ത് സഞ്ചരിക്കണമെങ്കിൽ ഭൂമിയുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാലേ പറ്റുള്ളൂ. ഇതുപോലെ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ വി ആർ എൻറ്ററിങ് ഇൻ ടു ഗോഡ്സ് വേൾഡ്. നമ്മൾ ലോകത്തിൽ നിന്ന് എങ്ങോട്ട്? ഒരു പുതിയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ലോകമാണ്? ദൈവത്തിൻ്റെ ലോകത്തിലേക്ക്. ഗാഡ് ഈസ് വെൽക്കമിങ് അസ് ഇൻ ടു ഹിസ് വേൾഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കർത്താവ് പറയാണ്, എൻ്റെ ലോകത്തിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ നിന്റെ ദേശത്തിൻ്റെയും ചാർച്ചക്കാരുടെയും പിതൃഭവനത്തിൻ്റെയും ലോകത്തിൽ നിന്ന്, ഇൻഫ്ലുവൻസിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ചാലേ പറ്റുള്ളൂ. യേശുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ പുതിയൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്, പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഭയങ്കര പ്രയാസമാണ്. ലീവിങ് ഓർ പാർട്ടിങ്, ഇറ്റ് ഇസ് പെയിൻഫുൾ. അത് വേദനാജനകമാണ്, പക്ഷെ ഇന്നവിറ്റബിൾ ആണ്. ഈ വേർപെടുത്തൽ കൂടാതെ ദൈവത്തിന് നമ്മളെ അവൻ്റെ ലോകത്തിലേക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല. എക്സഡസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെപ്പറേഷൻ അനിവാര്യമാണ്. അത് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏത് കാലയളവിലും ഒന്നുപോലെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഈ സെപ്പറേഷൻ. അതുകൊണ്ടാണ് യേശു തന്നെ ശിഷ്യന്മാരെ വിളിക്കുമ്പോഴെല്ലാം അവർ സകലവും വിട്ടവനെ അനുഗമിക്കുന്നത്. ശിഷ്യത്വത്തിൻ്റെ ക്ലാസ് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലും യേശു തന്നെ ശിഷ്യന്മാരെ വിളിക്കുന്ന സമയത്ത് അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു. സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അത് പഴയതിൻ്റെ ഒരു പുതുമയല്ല, വിട്ടേലേ പറ്റുള്ളൂ എന്ന് പറയാൻ കാര്യം, ക്രിസ്ത്യൻ ലിവിങ് എന്ന് പറയുന്നത്, ഈ ന്യൂ വേൾഡ് എന്ന് നമ്മൾ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദി ഓൾഡ് വേൾഡ്. പഴയ ലോകത്തിൻ്റെ ഒരു റിനോവേഷൻ അല്ല. ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് 150 വർഷം മുമ്പ് പണിത ഒരു പഴയ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളൊന്ന് റിനോവേറ്റ് ചെയ്തു. എല്ലാം കളഞ്ഞില്ല, റിനോവേറ്റ് ചെയ്തു. പക്ഷേ ക്രിസ്ത്യൻ ലൈഫിൽ എന്തില്ല? റിനോവേഷൻ ഇല്ല. ആവശ്യമായിരിക്കുന്ന എന്താണ്? പുതുക്കിപ്പണിയലല്ല ക്രിസ്തീയ ജീവിതം, പുതു സൃഷ്ടിയാക്കുകയാണ്. ആ പുതിയ സൃഷ്ടിയാകണമെങ്കിൽ പഴയതിൻ്റെ ഒരു പൊടി പോലും ഉണ്ടാകാൻ പാടില്ല. ഇവിടെയാണ് ഈ ഫെയ്ത്ത് ജേർണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഉപേക്ഷണം. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അബ്രഹാമിനോട് ദൈവം ഉപേക്ഷിക്കാൻ പറയുന്നത് കൃത്യമായിട്ടാണ്. എങ്ങോട്ടാണ് നീ പോകുന്നതെന്നുള്ളത് പറഞ്ഞില്ല, അത് വെയ്യാണ്. പക്ഷേ എന്ത് വിടണമെന്നുള്ളത് കൃത്യതയോടെ പറഞ്ഞു. അബ്രഹാം എവിടേക്ക് പോകുന്നെന്ന് അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു, പക്ഷെ എന്ത് ഉപേക്ഷിക്കണമെന്നുള്ള ദൈവം തീർത്ത് പറഞ്ഞു. വാട്ട് ഹാസ് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. എന്ത് പുറകിൽ ഉപേക്ഷിക്കണമെന്നുള്ളത് ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. വാട്ട് വാസ് ലേ ഹെഡ് വാസ് നോട്ട് ക്ലിയർ, ഇറ്റ് വാസ് വെയ്ഗ്. മുന്നിലുള്ളത് എന്താണെന്നുള്ളത് അറിഞ്ഞില്ല, പക്ഷെ എന്ത് പുറകിൽ കളയണമെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു.
ഇതാണ് ഫെയ്ത്ത്. മുന്നിലുള്ളത് എന്താണെന്ന് അറിയാൻ വയ്യാതെ. ഫെയ്ത്ത് ഈസ് നോട്ട് ഫെയ്ത്ത് ഇൻ എ പ്ലാൻ ഓർ എ സ്ട്രാറ്റജി, ബട്ട് ഫെയ്ത്ത് ഈസ് ഫെയ്ത്ത് ഇൻ എ പേഴ്സൺ. ആ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ഒരു ഗോഡ്ലി വേൾഡിലേക്ക്. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ വിളിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ നമ്മളെ വിളിക്കുന്നത് മറ്റൊരു ലോകത്തിലേക്കാണ്. അവൻ നമ്മളെ ഒന്ന് പൂശി വിടുകയല്ല. ഇറ്റ് ഈസ് നോട്ട് റീപെയിൻറ്റിങ്, ഇറ്റ് ഈസ് റിപ്പൻറ്റിങ്. സംടൈംസ് വി സേ നമ്മളെന്നെ ഒരു റീപെയിൻറ്റിൻ്റെ, പഴയതിനെ ഒന്ന് പെയിൻ്റ് അടിച്ചു വിടുന്ന കാര്യമാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യ ജീവിതം അങ്ങനെ പെയിൻ്റ് അടിച്ചു വിടുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് റീക്രിയേഷൻ. ഇറ്റ് ഈസ് റീക്രിയേഷൻ. അതൊരു പുതിയ ലോകമാണ്. അത് ദൈവത്തിൻ്റെ ലോകമാണ്. ആ ദൈവത്തിൻ്റെ ലോകം ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. ആ ലോകത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പഴയതെല്ലാം ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ, പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. ഫെയ്ത്ത് ജേർണിയിൽ സെപ്പറേഷൻ, എക്സോഡസ്, റെസ്റ്റോറേഷൻ നമ്മൾ ചെയ്യുകയല്ല. വി ആർ നോട്ട് ജസ്റ്റ് ലിവിങ് ആൻഡ് ഗോയിങ് ആൻഡ് റീച്ചിങ്. അതാണ് സാധാരണ യാത്ര. പക്ഷേ ഇവിടെ അതല്ല, ഇത് അവനാണ്. അതുകൊണ്ടാണ് ഫെയ്ത്ത് ജേർണിയിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? യേശു കയറി വഴി മുടക്കി നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോകമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തെ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ ഇല്ല. തീരുമാനമെടുക്കാനുള്ള മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും മുഴുവൻ അവകാശവും നമ്മൾ ആർക്ക് കൊടുക്കുകയാണ്? കൈമാറ്റം ചെയ്യുകയാണ്. ദൈവത്തിന് കൈമാറ്റം ചെയ്യുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന, നിനക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ പൂർണ്ണമായും നമ്മളുടെ തീരുമാനമെടുക്കാനുള്ള മുഴുവൻ റൈറ്റും ദൈവത്തിന് എഴുതി കൊടുത്താലേ ഫെയ്ത്ത് ജേർണി തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാത്തത് ഫെയ്ത്ത് ജേർണി അല്ല. അവിടെ നമ്മൾ മുന്നിലുള്ളത് എന്താണെന്ന് കാണുന്നില്ല. കാണണമെന്ന് നിർബന്ധമില്ല. കാണണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതെന്തല്ല? വിശ്വാസത്തിൻ്റെ യാത്ര അല്ല. പൗലോസിന് ആദ്യം ഒന്നും അറിയാൻ വയ്യാഞ്ഞിരുന്നപ്പോൾ ദൈവം കൃത്യമായ മാസ്റ്റർ പ്ലാൻ കാണിച്ചു കൊടുത്തു. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ എൻ്റെ മുന്നിലുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. അറിയണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ട്? കാരണം എവിടേക്ക് പോകുന്നുവെന്നുള്ളത് മാത്രമേ ഉള്ളൂ അറിയാൻ വയ്യാതെ. പക്ഷേ കൊണ്ടുപോകുന്നത് ആരാണെന്നുള്ളത് അവന് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നവനായ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട്, തേരഹ് ദേശം കണ്ടിറങ്ങിയവനാണ്, പക്ഷെ അബ്രഹാം ദൈവത്തെ കണ്ടിറങ്ങിയവനാണ്. ദേശം കണ്ടിറങ്ങുവാനല്ല, ദൈവത്തെ കണ്ടിറങ്ങി അവൻ്റെ പിന്നാലെ വിശ്വാസത്തിൻ്റെ യാത്ര ചെയ്യുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.